ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലാൻഡ് സ്കൂളിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഒരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്, സ്കൂൾ ഫീസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ ടൈപ്പ് സ്കൂളുകളാണുള്ളത്, അങ്ങനെ സ്കൂളിങ്ങിനെ പറ്റി അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇവിടുത്തെ ടൈപ്സ് ഓഫ് സ്കൂളിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ പബ്ലിക് സ്കൂൾസ് ഉണ്ട്, പ്രൈവറ്റ് സ്കൂൾസ്, അതുപോലെ തന്നെ കാത്തലിക് സ്കൂൾസ് ഉണ്ട്. പബ്ലിക് സ്കൂൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്ന പോലെ. പ്രൈവറ്റ് സ്കൂൾസിൽ കാത്തലിക് സ്കൂൾസ് പ്രൈവറ്റ് സ്കൂൾസ് ആണ്, എന്നാൽ എല്ലാ പ്രൈവറ്റ് സ്കൂൾസും കാത്തലിക് സ്കൂൾസ് അല്ല. അപ്പോൾ ഇങ്ങനെയൊരു 3 ടൈപ്പാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാത്തലിക് സ്കൂൾസിലാണ് ചേർക്കാൻ ആഗ്രഹമെങ്കിൽ മെയിനായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് പേരൻസിൽ ഒരാളെങ്കിലും കാത്തലിക് ആണോ എന്നുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്കാണ് കാത്തലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് കൂടുതൽ. ഇവിടെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് 5 ഇയേഴ്സ് ആയിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്കൂളിൽ ചേർക്കാവുന്നതാണ്. അപ്പം എൻ്റെ കുഞ്ഞിനിപ്പോൾ 6 ഇയേഴ്സ് ആയി. ഏജ് അനുസരിച്ചാണ് അവരിവിടെ സ്കൂളിൽ ചേർക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ അതിന് TCയും കാര്യങ്ങളൊന്നും അവരിവിടെ ചോദിക്കുന്നില്ല. ഏജ് അനുസരിച്ച് ഇപ്പം ഏജ് 6 ആയതുകൊണ്ട് ഗ്രേഡ് 2വിലാണ് ചേർത്തിരിക്കുന്നത്. ഗ്രേഡ് 2 എന്നല്ല ഇവിടെ പറയുന്നത്, സ്റ്റാൻഡേർഡ് 2 ഗ്രേഡ് 2 എന്നൊന്നുമല്ല, റൂം 2 എന്നാണ്. റൂം 1 റൂം 2 എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഗ്രേഡ് 2വിലാണ് എൻ്റെ മോനെ ചേർത്തിരിക്കുന്നത് ഇവിടെ. ഇനി സ്കൂൾ ഫീസിനെ പറ്റി നോക്കാം. സ്കൂൾ ഫീസ് ഓരോ സ്കൂളിനും വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് സ്കൂൾസിനാണ് സ്കൂൾ ഫീസ് ഉള്ളത്, പബ്ലിക് സ്കൂൾസിൽ സ്കൂൾ ഫീസ് ഇല്ല. അതുപോലെ തന്നെ ഈ ഫീസ് എന്ന് പറയുന്നത് ഓരോ സ്കൂളിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ കുഞ്ഞിനെ ചേർത്തിരിക്കുന്ന സ്കൂളിൽ ഇപ്പോൾ ഫീസ് എന്ന് പറയുന്നത് 506 ആണ്. അത് ഇയർലി ആണ് അത്രയും ഡോളേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഒറ്റത്തവണയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി, മന്ത്ലി ഏത് രീതിയിൽ വേണമെങ്കിലും ആ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ അവരൊരു ഇൻവോയ്സ് അയക്കുക, അതനുസരിച്ച് നമുക്ക് പേ ചെയ്യാം. പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം, എങ്ങനെ വേണം നമുക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതെന്നത്. പബ്ലിക് സ്കൂൾസിനാണെങ്കിൽ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് സ്കൂളിലാണ് നമുക്ക് കുഞ്ഞിനെ ചേർക്കാൻ താല്പര്യം, നമുക്ക് ആ സ്കൂളിൽ നിന്നൊരു എൻറോൾമെൻറ്റ് ഫോം ലഭിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്ന് ആ എൻറോൾമെൻറ്റ് ഫോം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ എൻറോൾമെൻറ്റ് ഫോം നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കാത്തലിക് സ്കൂളിലാണ് ചേർക്കുന്നതെങ്കിൽ കുട്ടിയുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാക്സിനേഷൻ കാർഡ്, അതൊക്കെ നമുക്ക് അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. ചില സ്കൂളിൽ GP എൻറോൾമെൻറ്റ് കൂടെ ചോദിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് GP എൻറോൾമെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയേണ്ടവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് സ്കൂൾ യൂണിഫോമിനെ പറ്റി നോക്കാം. അപ്പോൾ ഇത് ഓരോ സ്കൂളിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ കളറിലുള്ള യൂണിഫോം ആയിരിക്കും ഓരോ സ്കൂളിലും. അവരുടെ ലോഗോ, അതായത് സ്കൂൾ നെയിം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂണിഫോം ആയിരിക്കും ഓരോ സ്കൂളിലും. അപ്പോൾ ആ സ്കൂൾ യൂണിഫോം നമ്മൾ തന്നെയാണ് വാങ്ങിക്കേണ്ടത്. സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സും കാര്യങ്ങളും അതൊക്കെ നമ്മൾ തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്ന് അവർ നമ്മളോട് പറയും. ഇന്ന സ്ഥലത്ത് ചെന്നാൽ അതായത് ഓരോ സ്കൂളിനും ചിലപ്പോൾ ഓരോ ഷോപ്പ് അവർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന ഷോപ്പിൽ ചെന്നാൽ സ്കൂൾ യൂണിഫോമും കാര്യങ്ങളും കിട്ടും. ആ കാര്യങ്ങളൊക്കെ അവരറിയിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഓരോ സീസൺ അനുസരിച്ചും യൂണിഫോമിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പം എൻ്റെ മോനിപ്പോൾ ചേർന്നിരിക്കുന്നത് വിൻ്റർ സീസൺ സ്റ്റാർട്ട് ആയപ്പോഴാണ്. അപ്പോൾ വിൻ്റർ യൂണിഫോമാണ് ഇപ്പം മേടിച്ചിരിക്കുന്നത്. ഇനി സമ്മറിൽ അതിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും. സെയിം കളറും കാര്യങ്ങളും സെയിം തന്നെ. അപ്പം ഹാഫ് സ്ലീവ്, ഫുൾ സ്ലീവ്, അങ്ങനെ ചെറിയൊരു വ്യത്യാസം യൂണിഫോമിൽ ഓരോ സീസണിനനുസരിച്ചും ഒരു ചെറിയ വ്യത്യാസം അവർ വരുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കാത്തലിക് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൻ്റെ പേര് സെൻറ്റ് ആൻസ് കാത്തലിക് സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾ 2-3 കാത്തലിക് സ്കൂൾസിൽ, ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള 2-3 സ്കൂൾസിൽ അന്വേഷിച്ചു സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ്. അപ്പം കൂടുതലും മലയാളികൾ ചേർത്തിരിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു, അഡ്മിഷൻ കിട്ടിയില്ല, അവിടെ തിരക്കായിരുന്നു. അപ്പം 2-3 തവണ പോയി അന്വേഷിച്ചിട്ടും അവിടുന്ന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ചേർത്തിരിക്കുന്ന സ്കൂളിൽ ഇവൻ്റെ ക്ലാസ്സിൽ, അതായത് എൻ്റെ മോൻ പഠിക്കുന്ന ക്ലാസ്സിൽ മാത്രമാണ് ആകെയുള്ള ഒരു ഇന്ത്യൻ കുട്ടി എന്ന് പറയുന്നത്.
പിന്നെ ഗ്രേഡ് 1 ഒരു കുട്ടി കൂടിയുണ്ട്, ഒരു മലയാളി കുട്ടി. ബാക്കിയെല്ലാം ഇവിടുത്തുകാരായ കുട്ടികളാണ്. അപ്പം ആദ്യമൊരു കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളായതുകൊണ്ട് അവർ പെട്ടെന്ന് അഡ്ജസ്റ്റായി മിങ്കിളായി കുഴപ്പമില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും ഇപ്പം മലയാളികൾ ഉള്ള സ്കൂളിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ മലയാളികളായിട്ടുള്ള കുട്ടികളെല്ലാം ഒന്നിച്ചിരുന്ന് അപ്പം മലയാളം സംസാരിക്കുന്നു. അപ്പം ടീച്ചേഴ്സ് അവരെ വീണ്ടും മാറ്റി നിർത്തേണ്ടി വരുന്നു. അങ്ങനെ ഒരു കാര്യമാണ് കേട്ടത്. മോനോട് ചോദിക്കുമ്പം അവന് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്, കളിക്കാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അപ്പം ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഈ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്കൂളിലൂടെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഓരോ സ്കൂളും ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സ്കൂളിൽ എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് കുറവാണ്. അപ്പോൾ അവർ ഗ്രേഡ് 1 to 4 എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിലാണ് അവർ ഡിഫറെൻറ്റ്, അതായത് ഒരു ക്ലാസ് റൂമിൽ പല ഗ്രേഡിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു രീതിയിലുള്ള പഠിത്തവും കാര്യങ്ങളും ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഇപ്പം എനിക്കിവിടെ ജോലി കിട്ടാൻ കുറച്ച് ലേറ്റായപ്പം എൻ്റെ മോനെ നാട്ടിൽ ചേർത്തായിരുന്നു. CBSE ഒരു 3 months അവനവിടെ പഠിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ പഠിത്തം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്, അതായത് കുട്ടികൾക്ക് കളിക്കാനും ബ്രേക്ക് പീരീഡും കുറവായിരിക്കും, കൂടുതൽ പഠിത്തമായിരിക്കും നടക്കുന്നത്. അതുപോലെ കുറേ സബ്ജക്ട്സും. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ആ ഒരു രീതി ഒന്നുമല്ല ഇപ്പം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നാട്ടിലെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ, ഇപ്പോൾ അവനെ നാട്ടിൽ 1ാം ക്ലാസ്സിലായിരുന്നു ചേർത്തിരുന്നത്. ഒരു 3 മാസം പഠിച്ചു. അപ്പോൾ തന്നെ മലയാളം ലെറ്റേഴ്സ്, ഹിന്ദി ലെറ്റേഴ്സ്, അതുപോലെ അത് വേർഡ്സ് കൂട്ടി വായിക്കാനൊക്കെ ആണെങ്കിലും, അതുപോലെ മാത്സിൻ്റെയും കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ആ ഒരു 3 months പീരീഡ് കൊണ്ട് തന്നെ അവൻ പഠിച്ചു. ഇപ്പം മലയാളം അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും കൂട്ടി വായിക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവൻ പഠിച്ചു. അപ്പോൾ അത്രയും അവിടുന്ന് പഠിച്ചത് കൊണ്ട് അവന് ഇവിടെ കുറച്ച് ഈസി ആയിട്ട് തോന്നി. അപ്പം അവൻ ചില ദിവസം പറയും, മറ്റു കുട്ടികളൊക്കെ വളരെ സ്ലോയിൽ എഴുതുന്നത്, ഞാൻ ഫാസ്റ്റായിട്ട് എഴുതുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള പഠിത്തമല്ല ഇവിടെ. അവർ കുട്ടികൾക്ക് കൂടുതലും കളിക്കാനും, അതായത് കളിയിലൂടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പഠിത്തമാണ് ഇവിടെ. നാട്ടിലെ പോലുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ടീച്ചിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ എന്തൊക്കെ സബ്ജക്റ്റാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് കിട്ടുന്നുമില്ല. കാരണം ഇപ്പം നാട്ടിൽ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പേരൻസിൻ്റെ എല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പാക്കി അതിൽ ഓരോ സബ്ജക്റ്റിനെ പറ്റിയും എന്തൊക്കെയാണ് ക്ലാസ്സിലെടുത്തത്, എന്തൊക്കെ ഇനി ചെയ്യണം, അതിനെപ്പറ്റി ഒരു റിവ്യൂ ടീച്ചേഴ്സ് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പോയി ചോദിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർ റീഡിംഗ് ഉണ്ട്, അതായത് കുട്ടികൾക്ക് റീഡിങ് കൊടുക്കുന്നുണ്ട്, റൈറ്റിംഗ് ഉണ്ട്. മാത്സിനെ പറ്റി എന്താണ് കാര്യമായിട്ട് മാത്സിൽ പഠിപ്പിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മാവൂരി, ഇവിടുത്തെ ലാംഗ്വേജും കൂടെ അവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മിക്ക സ്കൂൾസിലും ഹോംവർക്ക് കൊടുത്തു വിടാറില്ല കുട്ടികൾക്ക്. അപ്പം എൻ്റെ മോൻ പഠിക്കുന്നിടത്ത് അവന് ഹോംവർക്ക് കിട്ടുന്നുണ്ട്. ഹോംവർക്ക് എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് വേർഡ്സ് ഡെയിലി എഴുതാനായിട്ട്. അപ്പം ആ ഒരു കാര്യം തന്നെ പല സ്കൂളിലും ഇല്ല. അപ്പം Monday to Friday ആണ് ഹോംവർക്ക് ഉള്ളത്. സാറ്റർഡേ സൺഡേ ഇവിടെ സ്കൂൾ ഹോളിഡേയ്സ് ആണ്. അതുപോലെ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ ആ ഡേയ്സും സ്കൂൾ ഹോളിഡേയ്സ് ആയിരിക്കും. അപ്പോൾ ഹോംവർക്ക് കൊടുത്തു വിടുന്നുണ്ട് മോന്. അപ്പോൾ അത് ഡെയിലി വന്നിരുന്ന് എഴുതും. അപ്പോൾ അത് മാത്രമാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈമിൽ മലയാളം ലെറ്റേഴ്സ്, അതായത് മലയാളം ലെറ്റേഴ്സ് ഓൾറെഡി അവൻ പഠിച്ചതാണ്, അത് മറന്നു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്ക് മലയാളവും ഹിന്ദി എഴുതിപ്പിക്കും. അതുപോലെ തന്നെ മാത്സ് എന്താണ് സ്കൂളിൽ പഠിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കും. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മലയാളം റീഡ് ചെയ്യാനായിട്ട്, അതായത് ഡെയിലി പ്രെയർ ചെയ്ത് കഴിഞ്ഞ് പ്രെയർ ടൈമിൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് അവനെ കൊണ്ട് ഒരു സെൻറ്റൻസ് അല്ലെ ഒരു വേർഡ് മലയാളം ബൈബിളാണ് യൂസ് ചെയ്യുന്നത്, അത് കുഞ്ഞിനെ കൊണ്ട് വായിപ്പിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്, ജസ്റ്റ് മലയാളം മറന്നു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാട്ടിലുള്ള ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ പ്രൈമറി സ്കൂളിൽ ഇല്ല.
എന്നാൽ കോളേജ് ലെവലൊക്കെ എത്തുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ അതായത് ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിലെ ഒരു എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ രീതിയുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം കുട്ടികൾക്ക് ഒരുപാട് വർക്ക് ലോഡ് സ്ട്രെസ്സ് വരുന്നില്ല. അതേസമയം കുറച്ച് ഉഴപ്പാൻ ചാൻസും ഉണ്ട് പിള്ളേർ. അതുപോലെ മോനിപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ കൊടുത്തു വിടുന്ന ബുക്കിൻ്റെ കൂടെ ഒരു ചെറിയ സ്റ്റോറി ബുക്സ് പോലെ 1-2 ബുക്സ് കുഞ്ഞിന് റീഡ് ചെയ്യാനായിട്ട് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ബുക്സൊക്കെ വാങ്ങിച്ച് സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കൂളിൽ നിന്നും ബുക്സ് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല. അത് അവരവിടെ തന്നെയാണ് വെക്കുന്നത്. ബുക്സും നമ്മുടെ സ്റ്റേഷനറി തിങ്സ് കുഞ്ഞിൻ്റെ പെന്ന്, പെൻസില്, സ്കെച്ച് പെൻസ്, ആ കാര്യങ്ങളെല്ലാം അങ്ങനത്തെ സ്റ്റേഷനറി തിങ്സ് എല്ലാം സ്കൂളിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ആകെ വീട്ടിലോട്ട് അവർ കൊടുത്തു വിടുന്നത് ഈ ഹോംവർക്ക് ബുക്ക് മാത്രമാണ്. ഹോംവർക്ക് ബുക്കും അതുപോലെ കുറച്ച് സ്റ്റോറി ബുക്സ് റീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി ബുക്സും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് എന്താണ് ലഞ്ച് ബോക്സ് എന്ന് നോക്കാം. അതായത് സ്കൂളിൽ നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു വിടണം. അതും ഓരോ സ്കൂളിനെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ചില സ്കൂളുകളിൽ ഫുഡ് കൊടുക്കുന്ന സ്കൂൾസ് ഉണ്ട്. എന്നാൽ ഞാനിപ്പോൾ കുഞ്ഞിനെ വിടുന്നിടത്ത് ഫുഡ് അവിടുന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളാണ് കൊടുത്തു വിടുന്നത്. അപ്പം അവിടുന്ന് ഫുഡ് കൊടുക്കുന്ന സ്കൂളിലാണെങ്കിലും അത് കുഞ്ഞ് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറും കറികളൊന്നും കൊടുത്തിടാൻ പറ്റില്ല. കാരണം മറ്റു കുട്ടികൾ കഴിക്കുന്നത് ആ രീതിക്കുള്ള ഫുഡ് വേണം. അതുപോലെ കൈ പിടിച്ച് കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തു വിടുന്ന ഫുഡ് തന്നെ കഴിക്കാൻ സമയമില്ല. അതായത് പ്ലേ ചെയ്യാൻ കൂട്ടുകാരൊക്കെ വിളിക്കുക, നമുക്ക് കഴിക്കാൻ സമയമില്ല എന്ന രീതിയിലാണ് എൻ്റെ മോൻ പറയുന്നത്. അപ്പം കൊടുത്തു വിടുന്ന ഒരു സ്നാക്ക് ബോക്സും ഒരു ലഞ്ച് ബോക്സാണ് കൊടുത്തു വിടുന്നത്. അപ്പം സ്നാക്കും ലഞ്ചും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. കൂടുതലും എന്താ പറയുക, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. എങ്കിൽ കൂടിയും കൊച്ചിന് കൈ പിടിച്ച് കഴിക്കാൻ പറ്റിയ ഫുഡ്സാണ് നമ്മൾ കൊടുത്തു വിടേണ്ടത്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്ന ഏരിയ ക്ലാസ് റൂമിൻ്റെ ഔട്ട് സൈഡ് ഒരു ബെഞ്ച് പോലെയുണ്ട് കുറച്ച് സ്ഥലം. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ ചെല്ലുമ്പം കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്കൂൾ ടൂർ നമുക്ക് അവർ തരും. ജസ്റ്റ് എല്ലാ ക്ലാസ് റൂംസും അതുപോലെ അവരുടെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒരു മൊത്തത്തിൽ നമുക്ക് അവിടെ പോയി കാണാനുള്ളൊരു ചാൻസ് അവർ തരുന്നുണ്ട്. ആ സമയത്ത് അവർ കാണിക്കുക ഇന്നയിടത്താണ് കുട്ടികളിരുന്ന് കഴിക്കുന്നത്. അത് ഔട്ട് സൈഡാണ്. അപ്പം തണുപ്പത്തി കുട്ടികൾ ഔട്ട് സൈഡ് ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ചോറും കറികളും കൊടുത്തിടാൻ പറ്റില്ല. അതുകൊണ്ട് പിള്ളേർ കഴിക്കത്തുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൈ പിടിച്ച് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡ്സാണ് കൊടുത്തു വിടേണ്ടത്. അത് നമുക്കൊരു എന്താണ് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് കൊടുക്കാവുന്നത് എന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എന്താണ് ഡെയിലി കൊടുക്കുക എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എന്താണ് മോന് ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സായിട്ട് കൊടുക്കുന്നതെന്നത് അത് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുത്ത് ലാസ്റ്റ് കാണിക്കാം. അതുപോലെ തന്നെ സ്കൂളിലുള്ള ആക്ടിവിറ്റീസ്, അതായത് കുട്ടികൾ നടത്തുന്ന ഡ്രോയിങ്ങും റൈറ്റിങ്ങും കുറച്ചൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സീസോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ സ്കൂളിൽ നിന്നും ഏത് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ എൻ്റെ മോൻ പറയാറുണ്ട് ഇടയ്ക്ക് അവിടെ യോഗയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ജനറലായിട്ട് ന്യൂസിലാൻഡ് സ്കൂളിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എൻ്റെ മോനെ സ്കൂളിൽ വിട്ട ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുപോലെ ഞാനിവിടെ മറ്റു പലരോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയുന്നത്, അതായത് ഇവിടെ നമ്മൾ കാറ്റക്കിസം, നമ്മൾ വേദപാഠത്തിന് കുട്ടികളെ വിടുന്നത് പോലെ നമ്മൾ നാട്ടിൽ കാറ്റക്കിസത്തിന് പോകുന്നത് പോലെ 10 അല്ലെങ്കിൽ 12 ക്ലാസ് വരെയൊന്നും ഉണ്ടായിരിക്കില്ല എല്ലായിടത്തും. അതൊരു ഏരിയ അനുസരിച്ചും അവിടുത്തെ കാത്തലിക് കമ്മ്യൂണിറ്റി അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇതവർ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മലയാളി കമ്മ്യൂണിറ്റിയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ മോനെ സൺഡേ 1 hour ഒരു കാറ്റക്കിസം അവർ പഠിപ്പിക്കുന്നത്. അപ്പം കാത്തലിക്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് കാറ്റക്കിസത്തിന് കുട്ടികൾ വിടണമെങ്കിൽ അത് നിങ്ങൾ താമസിക്കുന്ന ഏരിയ അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിട്ടിരിക്കുന്ന ഒരു ചർച്ചിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ 1 hour എവരി സൺഡേ 1 hour കാറ്റക്കിസം ക്ലാസ് ഉള്ളത്. അപ്പോൾ അവിടെ ഇപ്പം സ്കൂളിൽ ഗ്രേഡ് 2 ആയതുകൊണ്ട് സെയിം അവൻ്റെ ഏജ് അനുസരിച്ച് ഗ്രേഡ് 2 ചേർത്തിരിക്കുന്നത്. ഇവിടെ ഗ്രേഡ് 6 വരെ ആണ് ഈ ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ക്ലാസ്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയും അതനുസരിച്ച് കുട്ടിയെ അതിന് പ്രിപ്പയർ ചെയ്യുന്നൊരു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്.
സ്കൂളിലേക്കുള്ള സ്റ്റേഷനറീസും ബുക്സും ഒക്കെ വാങ്ങിക്കുന്നത് വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ വെയർ ഹൗസിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു സെക്ഷൻ നമുക്ക് കാണാം, കുട്ടികൾക്കുള്ള ബുക്സും കാര്യങ്ങളും സ്റ്റേഷനറി തിങ്സൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് അവർ ലിസ്റ്റ് തരും, ഏത് ഗ്രേഡിലാണ് കുട്ടി, അതനുസരിച്ച് ഏതൊക്കെ ബുക്സാണ് വാങ്ങിക്കേണ്ടത്, അതുപോലെ സ്റ്റേഷനറി തിങ്സ്, പെൻസിൽ, പെൻ, അതൊക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ലിസ്റ്റ് തരും. അതനുസരിച്ചാണ് നമ്മളിവിടുന്ന് വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബുക്സൊക്കെ നോക്കുമ്പോൾ അതിൽ ഒരു ബാർകോഡ് കാണും. അപ്പോൾ ആ ബാർകോഡ് നമ്മൾ സെയിം ആണോന്ന് നോക്കുക. അതായത് അവർ ലിസ്റ്റ് തരുമ്പോൾ ആ ഓരോ ബുക്സിൻ്റെയും നേരെയായിട്ട് ഓരോ ബാർകോഡ് ഉണ്ടാകും. അപ്പോൾ ആ ബാർകോഡ് സെയിം തന്നെയാണോ നമ്മൾ ബുക്ക് എടുക്കുമ്പോൾ നോക്കുക. ചിലപ്പോൾ നമുക്ക് ചെറിയ ബുക്കിൻ്റെ പേര് മാത്രം നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ബുക്ക് മാറിപ്പോകും. അപ്പോൾ ബാർകോഡോട് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള ബുക്സ് നമുക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. ബുക്സും സ്റ്റേഷനറീസും കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്കൂൾ ബാഗും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലാണ്, അതുപോലെ ലഞ്ച് ബോക്സും. വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് കുറച്ച് ചൂട് നിൽക്കുന്ന ടൈപ്പ് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിൻ്റർ സീസണിലൊക്കെ കുട്ടിക്ക് വെള്ളം കുടിക്കാനായിട്ട് അങ്ങനത്തെ വാട്ടർ ബോട്ടിൽസ് കൊടുത്തു വിടുന്നതാണ് നല്ലത്. ലഞ്ച് ബോക്സ് ഞങ്ങൾ വാങ്ങിച്ചത് പാക്ക് ആൻഡ് സേവിൽ നിന്നാണ്. ഇപ്പോൾ ലഞ്ച് ബോക്സ് പല പല സെക്ഷനായിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ് ഇവിടെ കിട്ടുന്നത് കുട്ടികൾക്ക്. അപ്പം കാരണം ഇവിടെ ചെറിയ ചെറിയ സ്നാക്സാണല്ലോ നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ സ്നാക്ക് ബോക്സ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് ഒരു $6 $7 നമുക്ക് പാക്ക് ആൻഡ് സേവിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ബുക്സാണ് ഗ്രേഡ് 2 മോന് വാങ്ങിച്ചത്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബുക്സ് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ സ്കൂളിൽ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഡേ നമ്മളത് സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോംവർക്ക് ബുക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി ബുക്സൊക്കെ സ്കൂളിൽ തന്നെയാണ് അവർ വെക്കുന്നത്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.